ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നൊരു പിക്കിൾ ഉണ്ടാക്കി നോക്കാം. തക്കാളി ടൊമാറ്റോ വെച്ചിട്ടുള്ള പിക്കിളാണ്. തക്കാളി പിക്കിൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള റൗണ്ട് ആയിട്ടുള്ള ടൊമാറ്റോ തന്നെ തിരഞ്ഞെടുക്കുക. നമുക്ക് മാർക്കറ്റിൽ നീളത്തിലുള്ളതും കിട്ടും. നീളത്തിലുള്ള ടൊമാറ്റോന് പുളി കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുളിയും കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും. ഇതാണ് നല്ല പൾപ്പിയും കൂടി ആയിട്ടുള്ള തക്കാളി. അതുകൊണ്ട് തക്കാളി പിക്കിൾ ഉണ്ടാക്കുമ്പോൾ ഈ തക്കാളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിവിടെ 1 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വെള്ളമൊക്കെ തുടച്ച് എടുത്ത് ചെറിയ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് ആക്ച്വലി ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്ത ഫ്രണ്ടിനും ബാക്കി എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കി ഉണ്ടാക്കി തുടങ്ങാം. 1 കിലോ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, ഉലുവ, കറിവേപ്പില, കടലപ്പരിപ്പ്, കുറച്ച് ജീരകം, പിന്നെ വറ്റൽമുളക്, ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത്. ഇത് ഞാൻ എൻ്റെ ഗാർഡനിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. തളിരില വേനൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ തളിരിലകൾ. അതിൽ നിന്ന് ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്തു. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. തക്കാളി അതിൻ്റെ മുത്തിൻ്റെ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി ക്യൂബ്സ് ആക്കി മുറിച്ചെടുക്കാം. ഇതിൻ്റെ ജ്യൂസ് കളയാതെ എടുക്കാൻ ശ്രദ്ധിക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് നമുക്ക് തക്കാളി മുറിച്ചെടുക്കേണ്ടത്. തക്കാളി ഏകദേശം മുറിച്ചായിട്ടുണ്ട്. തക്കാളി ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് സൂക്ഷിക്കുമ്പോൾ കുറച്ച് അധിക ദിവസം കേടാവാതിരിക്കണമെങ്കിൽ ഇതുപോലെ ഈ 8 ചേരുന്നിടത്ത് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ അത് പുറത്ത് തന്നെ വെച്ചിരുന്നാലും കേടാവാതെ ഇരുന്നോളും. ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ എടുക്കാം. ഈ കട്ടിയുള്ള ഭാഗം നമ്മൾ കളയണം. ഒരു കൈ നിറയെ പുളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവോ അതോ അതിൻ്റെ തോടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാം. പുളിയുടെ നാരും കുറച്ച് തോടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി എന്നിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ തക്കാളിയുടെ കൂടെ വേഗം ഇത് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ അരച്ചെടുക്കാത്തതുകൊണ്ട് പിക്കിളിൽ വലിയ വലിയ പീസായിട്ട് ഇത് കിടക്കില്ല. ഇങ്ങനെ ചെറുതായി അരിഞ്ഞാൽ അത് ഒതുങ്ങി നിന്നോളും. നമുക്ക് കടുകും ഉലുവയും ഒന്ന് വറുത്തെടുക്കാം. അത് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഉലുവ ആദ്യം ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴേക്ക് നമുക്ക് കടുകിടാം. പൊട്ടി തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിന് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടി. ഒരുപാട് മിനുസായി പൊടിക്കണമെന്നില്ല. പാൻ ചൂടാകുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. പിക്കിൾ ഉണ്ടാക്കാൻ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം, എന്നാലും മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് കൂടുതൽ കാലം വെക്കണമെങ്കിലും എണ്ണ നല്ലെണ്ണയാണെങ്കിൽ മാത്രമേ നിൽക്കുള്ളൂ. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ പിക്കിൾ കൂടുതൽ കാലം നിൽക്കൂല. കുറച്ചെണ്ണ ആദ്യം ഒഴിക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടുക്, 3 വറ്റൽമുളക് ചെറുതായി മുറിച്ചിടാം. കറി ലീഫ് ആഡ് ചെയ്യാം. കടുകൊക്കെ പൊട്ടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡും പരിപ്പൊക്കെ ഒന്ന് എല്ലാ സൈഡും മൂത്ത് വരുന്നവരെ. അതിനുശേഷം നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും പുളിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ തീരെ വെള്ളം ഒഴിക്കരുത്. ആ തക്കാളിയുടെ വെള്ളം തന്നെ ഇറങ്ങി വരും. അതിൽ വേണം പുളിയും തക്കാളിയും കൂടെ നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇതൊരു 5-8 മിനിറ്റ് എടുക്കും ഫുള്ളായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റേജിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കിലോക്ക് ഒരു 50 ഗ്രാമോളം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇളക്കിയെടുക്കുമ്പോൾ ആ പുളിയുടെ ഇതൊന്ന് നന്നായി ഉടച്ചെടുക്കാൻ ശ്രമിക്കുക. വലുതായി നിൽക്കുന്ന പീസസ് പുളിയുടെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായി ഇതുപോലെ തവി വെച്ചിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ അത് തക്കാളിയിൽ ശരിക്കും നന്നായി പിടിക്കും. ഇതിൽ നമ്മൾ വിനീഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. പുളിയും തക്കാളിയുടെ പുളിയും അതാണ് ഇതിനുള്ള പുളി കിട്ടില്ല. ഇതുപോലെ കട്ടിയായിട്ട് നിൽക്കുന്നത് അതൊക്കെ ഒന്ന് ഉടച്ച് യോജിപ്പിച്ചെടുക്കും. ഈ ഒരു സ്റ്റേജ് കുറച്ച് ടൈം ടേക്കിംഗ് ആണ്. ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ ടൈം എടുക്കുന്ന ഒരു സ്റ്റേജ്. ബാക്കിയെല്ലാം എളുപ്പമാണ്. വെള്ളം നന്നായി വറ്റി ഏകദേശം തക്കാളി വെന്ത് ആയിട്ടുണ്ട്.
കുറച്ച് സമയം കൂടെ വേവിക്കാണ്ട് നമുക്ക്. അതിന് മുന്നേ നമുക്ക് തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇടാം. ഇങ്ങനെയുള്ള 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. വെളുത്തുള്ളി വേണമെങ്കിൽ ചെറുതായി അരിയാം. എനിക്ക് പക്ഷേ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കാണുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ ഇട്ടിട്ടുള്ളത്. ചെറുതായി അരിയണമെങ്കിൽ അങ്ങനെ അരിഞ്ഞിട്ടും നമ്മൾ ഇഞ്ചി അരിഞ്ഞ പോലെ തന്നെ അരിഞ്ഞിട്ടും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി വെളുത്തുള്ളി കൂടെ ഇതിനകത്ത് ഒന്ന് കടന്ന് വേവണം. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് ചേർത്താൽ മതി. കുറച്ച് സമയം കൂടെ വെന്തതിന് ശേഷം നമുക്ക് ബാക്കി പൊടികൾ ചേർക്കാം. ഈ ഒരു സ്റ്റേജിൽ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ആണ്. അപ്പോൾ നന്നായിട്ട് തന്നെ അടിയിലൂടെ നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഇത്ര വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. ഇനി തീ കുറച്ചിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടെ മിക്സ് ആക്കിയിട്ട് പൊടിച്ചതാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ എരിവും ഉപ്പൊക്കെ എല്ലാവരുടെയും പാകത്തിന് അവനവൻ്റെ പാകത്തിന് വേണ്ടിയിട്ട് നോക്കിയിട്ടും ആഡ് ചെയ്യാവുന്നതാണ്. പിക്കിളാകുമ്പോൾ നമ്മുടെ പ്രിസർവേറ്റീവ് ഉപ്പാണ്. ഉപ്പും എണ്ണയുമാണ് പ്രിസർവേറ്റീവായിട്ട് ആടുന്നത്. അത് നോക്കി ആഡ് ചെയ്യാം. ബാക്കി എരിവ് നമുക്ക് നമ്മുടെ പാകത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ നന്നായിട്ട് തീ കുറച്ച് വെക്കുക. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടിയിൽ പിടിക്കാതെ നോക്കണം. കുറച്ച് വെച്ചിട്ടുള്ള കടുവും ഉലുവയും അതൊരു അധികം സ്മൂത്താക്കി പൊടിക്കണമെന്നില്ല. പിന്നെ കോഴ്സാക്കി പൊടിച്ചാൽ മതി. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഉലുവയുടെ ഒക്കെ മണം വരുമ്പോഴേക്കും നല്ലൊരു ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് വരുന്നത്. കായപ്പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അച്ചാറിന് കായം നല്ലൊരു രുചിയാണ്. അപ്പോൾ കായം പാകത്തിനിടുക. ഈ ഒരു സ്റ്റേജിൽ എരിവോ ഉപ്പോ ഒക്കെ പാകം നോക്കിയിട്ട് ആഡ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് എണ്ണ ആഡ് ചെയ്യാനുണ്ട്. എണ്ണ ആഡ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. എണ്ണയും ഉപ്പുമാണല്ലോ ഇതിലുള്ള മെയിനായിട്ടുള്ള പ്രിസർവേറ്റീവ്. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്യാം. നല്ലെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. ഒന്നുകൂടെ നന്നായി മിക്സാക്കി യോജിപ്പിക്കാം. 1 കിലോ തക്കാളിക്ക് ഒരു 300, 350 അല്ലെങ്കിൽ 400 ml വരെ നമുക്ക് എണ്ണ ആഡ് ചെയ്യാം. പിക്കിൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. നന്നായി തണുത്തതിന് ശേഷം നമ്മുടെ കുപ്പി ജാറിൽ അല്ലെങ്കിൽ ഭരണിയിലോ മറ്റോ നമുക്ക് ഇട്ട് വെക്കാം. പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യണം. പിക്കിൾസ് നമ്മൾ പ്ലാസ്റ്റിക്കിൽ സ്റ്റോർ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. നമ്മുടെ പിക്കിൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഗ്ലാസ് ജാറിലേക്ക് വേണം ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ബാക്കിയുള്ള അച്ചാറിലേക്ക് ആ പാനിലേക്ക് കുറച്ച് പച്ച ചോറിട്ട് നന്നായി മിക്സാക്കി കഴിച്ച് നോക്കാറുള്ള പ്ലാനാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. തക്കാളി പിക്കിള് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. നല്ലൊരു ഫ്ലേവറുള്ളൊരു പിക്കിളാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തക്കാളി ചില സമയത്ത് നല്ല ചീപ്പായിട്ട് കിട്ടും. ആ സമയത്ത് ഉണ്ട തക്കാളി തന്നെ നോക്കി വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. നമ്മൾ നന്നായി എണ്ണയൊക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 മാസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ദോശയുടെയോ ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ വൈറ്റ് റൈസിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റി വെറൈറ്റി ആയിട്ടുള്ളൊരു പിക്കിളാണിത്. ചിലവരിത് അരച്ചിട്ടുണ്ടാക്കാറുണ്ട് തക്കാളി. പക്ഷേ എനിക്കതിലും കൂടുതൽ ഇതുപോലെ പീസസ് ആക്കി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്നും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.